ഇന്നലെ സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. മിനിയാന്ന് ഹൈക്കോടതിയിൽ ഒരു കേസുണ്ടായിരുന്നു. ഒരു മഹേഷ് കൊടുത്ത കേസാണ്. യൂണിവേഴ്സിറ്റി എംപ്ലോയീസിൻ്റെ നേതാവായിട്ടുള്ള ഒരു മഹേഷ് കൊടുത്ത കേസിൽ കോടതി ജനുവരി 22 കേസ് മാറ്റിവെച്ചു. അതിൽ ഒരു പി കെ നവാസ് എന്ന് പറയുന്ന അണ്ടർ സെക്രട്ടറി കൊടുത്ത അഫിഡവിറ്റിനെയും ഒരു ബാബു എന്ന് പറയുന്ന ലീഡർ വഴി കൊടുത്ത ആ കഥകളൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു. അത് കഴിഞ്ഞ് എല്ലാ പത്രങ്ങളിലും, ഇന്നലത്തെ പത്രങ്ങളിലും ചാനലുകളിലും വാർത്ത വന്നതിൻ്റെ പ്രധാനമായി കെ എൻ ബാലഗോപാൽ ധനകാര്യമന്ത്രി ഒരു പ്രസ് മീറ്റ് നടത്തി. വളരെ കൃത്യമായി അദ്ദേഹം കള്ളം പറഞ്ഞിരിക്കുകയാണ്. ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം അത് പറയാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞത് കോടതിയിൽ അങ്ങനെ ഞങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ ഞങ്ങൾ പറയും. കോടതിയിൽ പറയേണ്ടിയിരുന്നത് അഫിഡവിറ്റ് കൊടുത്ത വക്കീലിനും പ്ലീഡർക്കും ഒരു വിവരമില്ലായ്മ ഉണ്ട് അതിനകത്ത്. തയ്യാറാക്കിയ ഫിനാൻസ് വകുപ്പിലിരിക്കുന്ന തയ്യാറാക്കിയവർക്കും ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ പറയേണ്ടിരുന്നത്? ഇത് ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റും അല്ല, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റൈറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ്. അതുകൊണ്ട് ഞങ്ങളെ പണം വരുമ്പം കൊടുക്കും, ഇപ്പോഴേ ഞങ്ങളെ പൈസ ഇല്ല, കുറച്ചുകൂടെ കൊടുക്കും. ആ റൈറ്റിന്റെ കാര്യമേ പറയണ്ട. ഇത് ജീവനക്കാർക്ക് കൊടുക്കാനുള്ളത് തന്നെയാണ്. ഞങ്ങൾ എന്ത് ചെയ്തോളാം, സാമ്പത്തികമായിട്ടുള്ള ഒരു മെച്ചപ്പെട്ടതിൻ്റെ പ്രശ്നമാണ്, ശമ്പളം ഞങ്ങൾ കൃത്യമായി കൊടുക്കുന്നുണ്ട്, ഇത് കൊടുക്കാൻ കുറച്ചുകൂടി സാവകാശം ആവശ്യമുണ്ട് കോടതി എന്ന് പറഞ്ഞാൽ കോടതി എടുത്ത് സമയം കൊടുത്താൽ മതി. 2 കള്ളം പറഞ്ഞു. ഒന്ന്, ഫണ്ടമെന്റൽ ഇത് റൈറ്റ് അല്ല എന്നുള്ളൊരു കള്ളം പറഞ്ഞു. ശരിയാണ്, ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് അല്ല, പക്ഷേ ഒരു സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റൈറ്റ് ഉണ്ട് ഉദ്യോഗസ്ഥർക്ക് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ബംഗാളിൻ്റെ കേസിൽ സുപ്രീം കോടതി പറഞ്ഞതും നിങ്ങൾ കൊടുക്കണം, ഇന്ന ഡേറ്റിന് കൊടുക്കണമെന്ന് പറയുന്നില്ല, നിർബന്ധം കൊടുക്കണം എന്നാണ് പറഞ്ഞത്. കൊടുക്കണ്ട എന്നല്ല പറഞ്ഞത്, സൗകര്യം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി എന്നല്ല പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ചിട്ട് യുക്തമായ ടേക്ക് എ ഡിസിഷൻ എന്നല്ല പറഞ്ഞത്, അപ്രോപ്രിയേറ്റ് ആയിട്ട് കൊടുക്കണമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഇതാണ് ഇതിൻ്റെ ഒരു കഥ. രണ്ടാമത് പിന്നെ പറഞ്ഞു ഉദ്യോഗസ്ഥർക്കുള്ള എല്ലാം കൊടുത്തു എന്ന് പറഞ്ഞു. അതിലുമുണ്ട് കള്ളത്തരങ്ങൾ. നമ്മൾ വേറൊരു വോയിസ്, ഒരു സർവീസ് കൺസൾട്ടൻറ്റിൻ്റെ വോയിസ് ഇതിനകത്ത് ഇടുന്നുണ്ട്, അടുത്ത വീഡിയോ ആയിട്ട്, അതും കാണണം. അതായത് നേരത്തെ 1/7/2019 പെൻഷൻ്റെയും പേ റിവിഷൻ്റെയും കഥകൾ വന്നു. 28/2/2021 മുമ്പേ, അതിനുശേഷം പെൻഷൻ പറ്റിയവർക്ക് പൈസ കൊടുത്തു. അതിന് മുമ്പേ പെൻഷൻ പറ്റിയിട്ടുള്ള ഈ 19 ഓർഡറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കഥയാണ് പറയുന്നത്. അതിൽ DA കൊടുക്കേണ്ടതിൽ 2 DA പെൻഷൻകാർക്ക് കിട്ടിയിട്ടില്ല. പാവപ്പെട്ട പെൻഷൻകാർ ഇത് മനസ്സിലാക്കിയിട്ടുമില്ല. അതാണ് എൻ്റെ സങ്കടം. അവർ അത് മനസ്സിലാക്കിയിട്ടില്ല. അവർക്ക് 2 ഗഡു DA അരിയർ കിട്ടിയില്ല എന്ന് പെൻഷൻകാർ മനസ്സിലാക്കിയിട്ടുമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു തമാശ. അതിന് പറയുന്ന ന്യായം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്, മോദി ഗവൺമെൻറ് ശരാശരി 50% റവന്യൂവിൻ്റെ 50% വായ്പ എടുക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തു തരേണ്ടതാണ്. വായ്പാ സൗകര്യം ചെയ്തു തരുന്നില്ല. അതുപോലെ തന്നെ GST 41% തരുന്നില്ല. അങ്ങനെ പല ന്യായങ്ങൾ പറയുന്നു. ഈ ന്യായങ്ങൾക്കൊന്നും ഒരു കാര്യവുമില്ല. വളരെ കൃത്യമായി ഇത് കൊടുക്കേണ്ടതാണ്. കൊടുക്കാതിരിക്കുന്നത് അപകടമാണ്. പിന്നെ ഫിറ്റ്മെൻ്റ് അലവൻസ് 15-ൽ നിന്ന് 10-ലേക്ക് പോയി. സർവീസ് വെയിറ്റേജ് കൊടുക്കുന്നില്ല പലപ്പോഴും ഈ പേ കമ്മീഷൻ വരുമ്പോൾ. അതുപോലെ തന്നെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ പറയുന്നത് ശുദ്ധമായ തെറ്റാണ്, കളവാണ്, മോശമാണ്. ഒരു ഭരണഘടനാ സ്ഥാപനമായ ഗവൺമെൻറ്റും ഭരണഘടനയുടെ ബേസിക് നിയമങ്ങൾ പാലിക്കേണ്ട ഒരു മന്ത്രിയും ഇത് പറയുന്നത് തികച്ചും തെറ്റാണ്.